Mammootty, an Indian film actor who was born in 1951 in Chandirur, Alappuzha. Mammootty has acted in over 350 films and his debut was in the 1971 film Anubhavangal Palichagal. He is the chairman of Malayalam Communications, the Goodwill Ambassador of Akshaya Project and the patron of the Pain and Palliative Care Society, a charitable organization working for cancer patients. Mammootty has won 3 national awards, 7 Kerala State Film Awards and 13 Filmfare Awards. In 1998, he was awarded with Padma Shri by the Government of India. എത്ര സിനിമ ആക്ട് ചെയ്ത് കാണും? ഞാനൊരു കണക്കൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഒരു 350 മുകളിൽ കാണണം. ആ, അന്നത്തെ കാലത്തൊക്കെ ഈ ഇതുപോലെ ഒരുപാട് ദിവസമൊന്നും ഷൂട്ടിംഗ് ഇല്ല, കാശൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങ് എടുത്ത് തീർക്കും. അപ്പോൾ ഒരു 10-15 ദിവസം കൊണ്ട് തീരും. അപ്പം 365 ദിവസം ഉണ്ടല്ലോ, നമുക്കെന്നും ഈ പണിക്ക് പോകണ പോലെ പോകണല്ലോ, ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു വർഷം 30 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയായി എണ്ണം കൂടിയത്. ഇപ്പോൾ 4-5 ഒക്കെ ആയിട്ട് ചുരുങ്ങിയല്ലോ, സിനിമ വലുതായി, അതുകൊണ്ടാണ്. ഏതായാലും എൻ്റെ വീട്ടിൽ വന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ പരിചയമായിട്ട് ഒത്തിരി കാലമായി, ഒന്നും ഈ ഭാഗത്തോട്ടും വന്നിട്ടില്ല. മോൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടൊന്നുമില്ലാതെ. എന്നോട് പലരും ചോദിക്കും, ഞാനിങ്ങനെ ഒരു ബിഷപ്പ് ആകാനായിട്ട് പ്രേരണ തന്നത്. അതുപോലെ ഇത് എനിക്ക് എൻ്റെ ഒരു ചോദ്യം, സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള അതിനകത്തൊക്കെ ഞാൻ ഈ സിനിമ ആദ്യം കാണുന്ന ഓർമ്മ എനിക്കില്ല. ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്ന ഓർമ്മ എനിക്കില്ല. പക്ഷേ ഞാൻ കാണുന്ന ഓർമ്മയുള്ള ആദ്യത്തെ സിനിമ മുതൽ എനിക്ക് ഇതിനകത്ത് വരണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് വെച്ചാൽ ആരുടെയും പുറകെ നടന്നതല്ല, ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയും പഠിക്കുകയും കിട്ടുന്നതൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും. ഞാൻ സിനിമയിൽ വന്നില്ലെങ്കിൽ ഇപ്പോൾ സിനിമ ഉണ്ടാവില്ല. അത്രത്തോളം ഞാൻ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെടുന്ന വെച്ചാൽ ഓടി നടന്നതല്ല, അത്രത്തോളം ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ സിനിമ ഇപ്പോൾ ഉണ്ടാവില്ല. അത്രത്തോളം ഉണ്ട് എനിക്ക് സിനിമയോട്. സിനിമ പക്ഷേ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടാണ്, ആളുകൾ കൂടുതൽ കാണുന്നതാണ്. ഇപ്പോൾ വായിക്കാനും എഴുതാനും അറിയാൻ പാടാത്ത ആൾക്കാർക്കും സിനിമ കാണാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഒരു ലിറ്ററസി വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. സിനിമയ്ക്ക് കാണണമെങ്കിൽ ലിറ്ററേറ്റ് ആവണമെന്നില്ല, പാമരനും കാണാം, പണ്ഡിതന് മാത്രമല്ല. അപ്പോൾ അതൊരു കോമൺ മാൻസ് ആർട്ട് ഫോമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ് രണ്ടും. ആർട്ടും അതെ, എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിലേക്ക് സാക്ഷരത കൂടിയല്ലോ, പിന്നെ അതിൻ്റെതായ ഗുണഗണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് താനും. സിനിമ സംഗതി speaks very effectively to the people. Than words, visual speaks more. Visual speak more. ആളുകൾക്ക് ഒരു സിനിമ കണ്ടില്ല, പിന്നെ ഈ പാട്ടുകളൊക്കെ പെട്ടെന്ന് പോപ്പുലർ ആവും. ഞാനൊരു എൻ്റെ കാറിൻ്റെ ടയർ മോശമായി, ഞാൻ റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരു പാട്ട് കേട്ടു, നല്ല. ഞാൻ ഒരു സ്റ്റെപ്സ് കയറി ആ കൊച്ചനെ ഓല മെടയുക. അവൻ ഓല മെടയുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞെ നീ ഇതെവിടുന്ന് പഠിച്ചു?
സമയം പറഞ്ഞു ഇവിടെ ഇപ്പോൾ നടക്കുന്ന സിനിമ എന്ന് പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം സിനിമ പോയി കണ്ട് ഈ പാട്ട് പഠിക്കാൻ വേണ്ടി. എത്ര കാലം മുമ്പാ ഇത്? എത്ര കാലം മുമ്പാ? 8 വർഷം. അപ്പോൾ ഓലം പറഞ്ഞ് ജീവിക്കുന്ന കൊച്ചൻ 3 പ്രാവശ്യം പോയി കണ്ടു. അത് സ്വാധീനിക്കുന്നുണ്ട് ഒരുപാട്. അവൻ്റെ പാട്ട് കേട്ട് ഞാൻ താഴെ മുകളിൽ കയറി. ഞാനൊരു പട്ടക്കാരൻ്റെ മകനാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ സിനിമയുടെ കാര്യമൊന്നും പാടില്ല. പോയിന്നതിനെങ്കിൽ ഒരു സിനിമയ്ക്ക് 4 കള്ളം പറഞ്ഞു. അല്ല, ചെറുപ്പത്തിലൊക്കെ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ അപൂർവമായിട്ട് പോയിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ സിനിമ അല്ല, വീടുകളിൽ സിനിമ ആയല്ലോ. ഇപ്പൊ സിനിമ കാണാതിരിക്കാൻ പറ്റില്ല. സിനിമ നമ്മുടെ കൂടെ ഇഞ്ഞ് പോന്നു. പണ്ട് നമ്മൾ അങ്ങ് പോകണമായിരുന്നു. ആദ്യം കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ? ആദ്യം കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ? ഓർക്കുന്ന സിനിമ ഏതാ? ഇവനുണ്ടൊരു സ്ത്രീ ആർമ്മ മരിച്ചുപോയി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. ഓഹോ, ശരി. ഒരു സിനിമ പഠിച്ചെന്ന് പറഞ്ഞാൽ പഠിച്ചതെന്ന് അവിടെ സിനിമ ഒന്നും ഓർമ്മ. എൻ്റെ കൂടെ പഠിച്ചൊരുത്തൻ്റെ മകൻ പറഞ്ഞു, ആർമ്മയുടെ പൊന്നമ്മ എൻ്റെ അപ്പനും കൂടെ പഠിച്ചതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, നിന്റെ അപ്പൻ്റെ കൂടെ പഠിച്ചവരല്ല എൻ്റെയും കൂടെ പഠിച്ച. അങ്ങനെ കണക്ട് ചെയ്തത്. ഞങ്ങൾ ഹൈസ്കൂളുകാരാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആറുമ്പളപ്പന്നമ്മ വിളിച്ചു. അവർ ജീവിച്ചിരിപ്പണമെന്ന്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ കൂടെ പഠിച്ച ഈ പേരൊന്നും ആരും ഓർക്കുന്നില്ല. എന്നാൽ അവിടുത്തെ മാനേജർ അച്ഛൻ്റെ മകൻ ഒരുത്തൻ അതിൻ്റെ പഠിക്കക്കൂടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ 2-3 പേരൊക്കെ ചോദിച്ചു. അവർ ശരിയാണെന്ന് കണ്ടപ്പോൾ സംഗതി ശരിയാണ്, ഞാൻ പഠിച്ച എനിക്ക് തന്നെ റിക്കലക്ട്. ഞാൻ ഇന്നസെൻ്റ് വാസ് ആസ്ക്ഡ് ടു ടേക്ക് an interview with me by മനോരമ. മനോരമ എന്ന് പറഞ്ഞാൽ മനോരമ ഗ്രൂപ്പ്. ഞാനവിടെ വന്നു. ഞങ്ങൾ ഉണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചു കൊടുക്കട്ടെ. അത് ചില വിഷമമുള്ളൊരു ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം പരസ്യമായുള്ള പെണ്ണുങ്ങളെല്ലാം കെട്ടിപ്പിടിക്കുകയും ഞെക്കുകയും ചെയ്യുന്നു. കാണുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടവും ഇല്ല? ഒന്ന് സ്ത്രീ ഭാര്യ പറഞ്ഞു, ഞാൻ എൻ്റെ തിരുമേനി പലപ്പം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്നാണെന്നറിയാമോ? നിനക്ക് ചോറുണ്ണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഏടാകുളമെല്ലാം കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കാനോ? അതിപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാനിവളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ടിങ്ങാണ്, റിയൽ ഇവിടെ. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അതായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് സംശയമായി ഏതാ ആക്ടിങ്. സംശയം ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അല്ലേ? അപ്പോൾ അതായത് ഈ ആ കർത്താവിലുള്ള ഒരു കോൺഫിഡൻസ്, ട്രസ്റ്റ്, ഇങ്ങനെ പോസിബിലിറ്റീസ് ഒക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഈ സിനിമ വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല എഫക്റ്റീവാണ്. അല്ല കുറേ സിനിമകൾ
എന്ത് മീഡിയം അങ്ങനെ ഉള്ളതാണ്. പക്ഷെ അതൊക്കെ എപ്പോഴും ഷുഗർ ചെയ്യണം, ഒരുപാട് ഷുഗർ കോട്ടിങ് ഉണ്ടാവുമല്ലോ. ഷുഗർ കോട്ട് ചെയ്തിട്ടായിരിക്കും പലതും പോകുന്നത്. പല വാല്യൂസും പല ഫിലോസഫിയൊക്കെ അങ്ങനെ പോവുള്ളൂ. ആൾക്കാർക്ക് നേരെ അങ്ങോട്ട് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് കയ്പുള്ളതാണല്ലോ. അപ്പം അതിന് കുറച്ച് മധുരം പുരട്ടിട്ടായിരിക്കും ഇതൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സിനിമയിലുള്ള അങ്ങനത്തെ സന്ദേശങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഫിലോസഫികളോ ഉണ്ടെങ്കിൽ നേരിട്ട് പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അത് സിനിമ പ്രീച്ചിങ് ആയിപ്പോവും. ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ നമുക്ക് സിനിമ രണ്ട് കാര്യമായിട്ട് പറഞ്ഞ, ഒന്ന് സിനിമയിൽ കൂടെ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രണ്ട്, ആർട്ട് ദൈവം അംഗീകരിക്കുന്ന ഒന്നാണ്. അത് രണ്ടും നമുക്ക് മെസ്സേജ് കൊടുക്കുക എന്നൊക്കെ പറയും. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, അയാൾ തിരുവാങ്ങണമൊക്കെ പിരിച്ച് ഒക്കെ ഒന്നും ഉണ്ടാക്കി. എല്ലാവരും കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയതൊന്നും അങ്ങനെ സിനിമയോ ഉണ്ടാക്കി. കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. കാറ്റ് വിതച്ചവൻ എന്നൊരു സിനിമയുണ്ട്, അതാണോ? ആ, കാറ്റ് വിതച്ചവൻ അങ്ങനൊരു സിനിമയുണ്ട്. ഇയാള് അത് പേജായിപ്പോയി. ആ, അത് അറിയപ്പെടുന്ന ആളല്ല. ആ സിനിമ അങ്ങനെ വലിയ ഇതായില്ല. കാറ്റ് വിതച്ചവൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഒരു 40-40 വർഷമായി കാണും. അപ്പൊ അയാള് പറഞ്ഞു അതെ, മറ്റേ അതൊരു പ്രീസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ പ്രൊഡക്ഷനിൽ. ഫാദർ സുവി എന്നൊക്കെ പറഞ്ഞ ആൾ ഈ പണ്ട് മദ്രാസില് ക്രിസ്റ്റാർട്സ് അല്ലേ? അപ്പൊ എനിക്ക് സിനിമയുടെ പുറകെ നടന്നൊരു ശീലം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അറിയാവുന്നത്. അതിനൊക്കെ ശ്രീനിവാസനൊക്കെ അന്നുണ്ട് അതിനകത്ത്, ക്രിസ്റ്റാർട്സിന്റെ സിനിമകളിലൊക്കെ പിന്നീട്. അതെ, അപ്പൊ അതിന്റെ ഒരു പ്രീവ്യൂ ഉണ്ടായിരുന്നു കോട്ടയത്ത്. അപ്പം ഞങ്ങൾ അവിടെയുള്ള ബിഷപ്സ്, ചില അച്ഛന്മാര്, പിന്നെ പേപ്പർ പീപ്പിൾ, അത് ഞാൻ പോയിട്ട് ഞാൻ ഇറങ്ങി വന്ന പത്രക്കാരെഴുതി എൻ്റെ മെത്രാപ്പോലീത്തായിക്ക് വന്ന കാഴ്ചത. അതായത് ഈ തിരുമേനി സിനിമയ്ക്ക് പോയി, അതുകൊണ്ട് ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അന്ന് സിനിമ എനിക്ക് തെറ്റപ്പോയി. അപ്പം അതുകൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. എന്നെ കൈവിടാനും വയ്യ, മറ്റവരോട് നോ പറയാനും വയ്യ. എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, വേണ്ടാധീനത്തിൽ ചേരും. വേണ്ടാധീനമെന്ന് നമുക്ക് തോന്നുന്നതല്ലല്ലോ. വേണ്ടാധീനം ഞാൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ അക്സെപ്റ്റൻസ്. ഇന്ന അമ്മയെ നോക്കണമെന്ന് താല്പര്യമില്ല. പണ്ട് മുമ്പ് ഒരനാഥ, ഈ വെളിയിൽ നിന്നൊക്കെ അനാഥ ഈ ധർമ്മത്തിനൊക്കെ വരുന്ന ആളുകൾ ഈ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് ദേശത്ത്, അതിൽ ഒരു പയ്യൻ, ഞാൻ ഒരു ക്രിസ്മസിന് ഇവർക്കെല്ലാവർക്കും കൂടെ ഓരോ കഷ്ണം കേക്ക്, ഒരു കപ്പ് കാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പകുതി വില തരാമെങ്കിൽ നിങ്ങളുടെ പിള്ളേർക്കല്ല ഞാൻ ഓരോ ഉടുപ്പ് തരാം, പകുതി വില നിങ്ങൾ തരാം. അപ്പം ഡിപ്പെൻസ് ഓൺ യുവർ സെലക്ഷൻ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കാശില്ലാതെ. ഞാൻ പറഞ്ഞു നല്ലത് തന്നെ, അപ്പോൾ എനിക്കും പുറക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ തമ്മിലൊക്കെ കൊടുക്കാൻ ഞങ്ങൾ എഗ്രി ചെയ്തു. 10 രൂപ വെച്ച് തരുക.
അപ്പോൾ ഇവരുടെ ഭാഷ എനിക്കറിയാം. എനിക്ക് ആ ഈ മലയാളം അറിയുള്ളൂ. ഇവർക്ക് തെലുങ്ക്, തമിഴ് ഒക്കെ അറിയാം. ഒരു പയ്യനുണ്ട് ഇതെല്ലാം അറിയാം, മലയാളവും അറിയാം. അപ്പം അവൻ അതിൻ്റെ ഇടയിൽ ഇവരെ അടുക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു പകുതി തരണം തന്നെ. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ അവനൊരു കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ഇവർ തിരുമേനിയെ പോലെ വാങ്ങിക്കാനല്ലാതെ കൊടുക്കാൻ പഠിച്ചിട്ടില്ല. എനിക്ക് അവരെ അങ്ങ് ഇഷ്ടമായിപ്പോയി. One it was necessary for me to be in the... നമ്മുടെ അവിടെ ഒരു തുണിക്കടയില്ലേ, ആ തുണിക്കട അവരെൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അങ്ങോട്ട് അവർക്ക് ഫോൺ ചെയ്തു. ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സിനോട് കൂടെ നിങ്ങളുടെ കടയിൽ വരുന്നുണ്ട്, കട കാണാൻ. അപ്പം അവർ ആഴ്ച സായിപ്പന്മാരാ ക്രിസ്മസിന് വന്നത്. ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്ന ഇവർ പറഞ്ഞു, തിരുമേനി ഇവിടുന്ന് പോകരുത്, കാരണം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയാൽ ഇവിടുന്ന് മോഷ്ടിക്കാൻ കയറിയാന്നും പറഞ്ഞ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. തിരുമേനി ഉണ്ടെങ്കിൽ അത് പറയാറുണ്ട്. അതുകൊണ്ട് അവരങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇവരെന്നെ വാങ്ങിക്കാൻ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ എനിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കൊച്ചനുണ്ട്. അവനിപ്പോൾ ഈയിടെ 3 ദിവസം മുമ്പ് പെണ്ണ് കെട്ടി. ഞാൻ പോയിരുന്നു. അവനൊരു ഹിന്ദുവാണ്. അവനൊരു ക്രിസ്ത്യൻ ലേഡിയാണ് കിട്ടി അവിടെ. അവന് ഞാനൊരു വീട് നോക്കും. ഞാൻ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ കെട്ടിടവും പണവും ഞാനല്ല, പണവും എൻ്റെ വല്ലവരോടും വാങ്ങിച്ചതാണ്. എന്നിരുന്നാലും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ചെയ്തതാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ട്. അവൻ വെരി ലോയൽ ടു മീ. ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറീസ് 2 or 3 സെക്രട്ടറീസ് ക്രിസ്ത്യൻസ്. ഒരച്ഛനുണ്ട്. പിന്നെ ഒരു ജോർജ് അതാ പറഞ്ഞത്. യുവർ സെക്രട്ടറി അച്ഛനും യുവർ പ്രോജക്റ്റിൻ്റെ യുവർ സെക്രട്ടറീസ്. അങ്ങനെ 3 or 4 പേര് ക്രിസ്ത്യൻസാണ്. അതായത് യു ഹാവ് നോട്ട് ടേക്കൻ ദം ബിക്കോസ് ദേ ആർ ക്രിസ്ത്യൻ. അങ്ങനെയൊന്നും ചെയ്യാം. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ കാസ്റ്റോ റിലിജിയനോ ഫെയ്ത്തോ ഒന്നും അതിനെ ബാധിക്കുന്നില്ല. അതൊക്കെ ശരിയാ. ഇന്നലെ എന്നെ കാണാനായിട്ട് വന്നു. അവന് ഞങ്ങളുടെ MLA ഡ്രൈവറാണ്. കോൺഗ്രസ് MLA ഡ്രൈവറാണ്. അവൻ പാർട്ടി ആളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഡ്രൈവർ. അപ്പോൾ അവരുടെ എപ്പോഴത്തെ ഒരു പാർട്ടി മീറ്റിങ്ങിന് എന്നെ വിളിക്കാനാവും വന്നത്. അവനെ MLA ഡ്രൈവറായിരുന്നു എനിക്ക് പരിചയമുള്ള. ഞാനൊരിക്കൽ പറഞ്ഞു, ഇവനെങ്ങാണ്ടൊരു പ്രസംഗം പറഞ്ഞു എന്നെ പരിചയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൻ MLA ഡ്രൈവറായിരുന്ന ഈ പ്രസംഗം പഠിച്ചതാണെന്നോ അത് MLA ഇവൻ്റെ കൂടെ കൂടി പ്രസംഗം പഠിച്ചതാണോ ഏതാണെന്ന് എനിക്കറിയാൻ പ്രാസംഗികനായിരുന്നു ഡ്രൈവർ. അവൻ വലിയ മീറ്റിങ്ങൊന്നും ഇല്ല. എന്നാലും ഇങ്ങനെ ഞാൻ പോയ മീറ്റിങ്ങിൽ അവൻ പ്രസംഗിച്ചു. അവൻ ഇപ്പം ലെഫ്റ്റിൽ ഒരാളാണ്. പറഞ്ഞു, നമുക്ക് ക്രിസ്മസിനെ വിളിക്കാം.
അവർ പറഞ്ഞത് വേണ്ട, അങ്ങനെ കോൺഗ്രസ്സാണ്. അങ്ങനെ പറയുന്ന അതല്ല, അതങ്ങനെയൊക്കെ എല്ലാവരും കൂടുതലുള്ള അങ്ങനെ ലെഫ്റ്റിനോടൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ വിളിച്ചുകൊണ്ട് വന്നു, ഇന്നലെ വന്നു, ഒരു അപ്പോയിൻമെൻ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, തിരുമേനി ഇങ്ങനെ പബ്ലിക്കിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ വലിയ ആളായി. ഈ ഭൂമിയിൽ അതിരുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത്, അത് സത്യമാണോന്നില്ല. ഇപ്പോൾ 2 കർഷകർ എൻ്റെ കൃഷി, ഞാൻ കൃഷി ചെയ്യും, മറ്റേ കൃഷി ചെയ്യുമില്ല. എൻ്റെ കൃഷിയിൽ വന്ന് വേറൊരാൾ കൊയ്യാതിരിക്കാൻ വേണ്ടി, ഇതെൻ്റെ കൃഷിസ്ഥലം, അത് നിൻ്റെ കൃഷിസ്ഥലം, നീ അവിടെ ചെയ്തു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നീ ഇങ്ങോട്ടും വരും. അങ്ങനെയല്ലേ അതിരുകൾ ഉണ്ടാകുന്നു. ആ അതിരുകൾ വലുതായി ഗ്രാമങ്ങളായി, അതിങ്ങനെ അതിരുകൾ വലുതായി വലുതായി രാജ്യങ്ങളായി. ഇപ്പോൾ രാജ്യാതിർത്തികളാണ്, അതിനാണ് അങ്ങോട്ടും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ഈ അതിരുകൾ ആണ് നമുക്ക് ഈ വിവേചനങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഒരുപാട് അതിരുകളുണ്ട് മനുഷ്യന്. ആ അതിര്, ഈ അതിര്, ജാതി, മതം, വ്യവസ്ഥ, വിദ്യാഭ്യാസം, ഭാഷ, അങ്ങനെ ഒരുപാട് അതിരുകളുണ്ട്. പക്ഷെ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന ഈ കളറ്, വർണ്ണം, ഒരുപാട് വിവേചനങ്ങളും ഉണ്ടാകുന്നത് മുഴുവൻ ഈ അതിരുകൾ കൊണ്ടാണോ? സ്ത്രീയും പുരുഷനും തമ്മിലാണ് ആദ്യത്തെ അതിരുണ്ടാകുന്നത്. രണ്ട് ലിംഗങ്ങളാവുന്നത്. ഈ മനുഷ്യ ജനതയുണ്ടാകുന്നത് പുരുഷ സംഗമം കൊണ്ടാണ്. ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനകത്ത് എല്ലാ സ്ഥലത്തും എല്ലാം വിശ്വാസങ്ങളിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു ബന്ധമില്ലാത്ത 2 ആൾക്കാർ തമ്മിൽ ചേരുമ്പോഴാണ് ഒരുപാട് ബന്ധങ്ങളുണ്ടാകുന്നത്. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമില്ല, അവർ തമ്മിൽ എന്തും വേണമെങ്കിൽ ഈ ബന്ധം വിച്ഛേദിക്കാം. അതായത് ഡിവോഴ്സ് ചെയ്യാവുന്ന ഏക റിലേഷൻഷിപ്പ് ഭാര്യയും ഭർത്താവുക. അച്ഛനും മകനും തമ്മിൽ ഡിവോഴ്സ് ആവും, അമ്മാവനും മരുമകനും തമ്മിൽ ഡിവോഴ്സ് ആവും. പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധം കൊണ്ടാണ്. അച്ഛന് മനസ്സിലാവുന്നുള്ളൂ. ഈ വിവാഹബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം, ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാൽ അവർക്ക് ആ ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനുശേഷമാണ് നമ്മുടെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ റിലേഷൻസ് ഉണ്ടാകുന്നത്. അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ, അമ്മാവൻ, അമ്മാവി, അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഈ ബന്ധങ്ങളൊന്നും മാറിപ്പോവില്ല. പക്ഷെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയാം അല്ലേ? അപ്പോൾ ഇതല്ലേ ഏറ്റവും നല്ല ബന്ധം? ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനല്ലേ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത്. പകരം പിരിക്കാതിരിക്കാൻ പറ്റണം. മറ്റുള്ളതെല്ലാം പിരിക്കാൻ പറ്റാത്ത ഓൾറെഡി വിട്ടുപോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത്ര ബന്ധമാണ് വേണ്ടത്. പക്ഷെ അത് പലരും അതിനോടൊരു ന്യായം പറയുന്നത്, അത് അതായത് എനിക്കുള്ള ചോദ്യം, എൻ്റെ 2ാമത്തെ മകനും ഭയങ്കരം കള്ളനാണ്. അതേപോലെ മകന്റെ ബന്ധം വിച്ഛേദിക്കാമെന്നല്ലാതെ മകന്റെ ബന്ധം പോകുന്നില്ല. മകൻ തന്നെയാ. ഭാര്യ ബന്ധം വിച്ഛേദിച്ചാൽ ഭാര്യയല്ല. അതെ. അപ്പം അതങ്ങ് എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചൻ്റെ മകൻ, അവന് മരുന്നുമൊക്കെ കഴിച്ചിങ്ങനെ ഉഴപ്പി നടക്കാം. അവൻ എന്നോട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ അവനും കുഴപ്പമില്ല, തിരുമേനി അവനൊന്നും ഗുണഘോഷിക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ ഡ്രഗ്സുമൊക്കെ കഴിച്ച് കയറി വന്നു. ഞാൻ പറഞ്ഞു, തേടിയ വലിയ കാര്യമായ ചുറ്റിയല്ലോടാണ് നീ അങ്ങോട്ട് ഇരിക്കുക. ഉടനെ അവൻ പറഞ്ഞു, തിരുമേനെ കാലിൽ ഒരു വള്ളിയും ചുറ്റുകയില്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കുക, നീ അവിടെ ഇരിക്കുക. നീ എന്താ വീട്ടിൽ പോകാത്തതെന്ന് ചോദിച്ചു. ഉടനെ അവൻ്റെ മറുപടി, വീടില്ല, അതുകൊണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, കോഴഞ്ചേരി ചന്ത അവിടെ ചെന്നാൻ പോയി കിഴക്കോട്ട് നടന്ന് ഇത്ര നടന്ന് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഇങ്ങനെ ചെല്ലുമ്പോൾ 3ാമത്തെ വീട് നീ അറിയുമോ എന്ന് ചോദിച്ചു. അതാരുടെ വീട്? ഓ, എനിക്കറിയാം, നല്ല എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു വീടാണ്.
അതായത് സ്നേഹവും കാര്യവും വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. എപ്പോൾ ചെന്നാലും ഭക്ഷണം കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവനൊരു മരുന്ന് ഷോപ്പുകാരനാണ് എൻ്റെ കൂടെ പറ്റിയ. അപ്പോൾ അവൻ്റെ അടുക്ക് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ കൊച്ചനെ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. അവനോട് വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ എന്നോ പറഞ്ഞു. അവൻ പറഞ്ഞ എൻ്റെ അപ്പനെ ഒന്ന് ഊണ് ദോഷിക്കണം. ഉടനെ അവൻ പറഞ്ഞു തിരുമേനിയായി പിള്ളേരെ എല്ലാം വഷളാക്കുന്നത്. ഞാൻ പറഞ്ഞ അതിനോട് വരും നീ എന്തിനാ നിൻ്റെ മകനെ ദോഷിക്കാൻ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായോ? അവൻ എൻ്റെ കൂടെ പഠിച്ചില്ല. അവനൊന്നപ്പോൾ എന്നെ അറിയത്തില്ല. അല്ല, ഈ കാര്യം പറഞ്ഞത് അച്ഛൻ ഉദ്ദേശിച്ച മനസ്സിലായോ? അതായത് അതെ, അവന് നമുക്കുള്ള ഒരു പ്രശ്നം ഈ പിള്ളേർ ജയിക്കണമെന്നല്ലാതെ വളരണമെന്നൊക്കെ താല്പര്യമില്ല എന്നാ എൻ്റെ കാര്യം. പിള്ളേരുടെ കാര്യത്തിൽ നമ്മളാണ് സ്വാർത്ഥത കാണിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വളരണം. നമ്മൾ പറയുന്നിടത്ത് അവർ നിൽക്കണം. നമ്മൾ പറയുന്നിടത്ത് അവർ നിൽക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അപ്പം പറയുന്നിടത്ത് നമ്മൾ നിന്നിട്ടുണ്ടോ? അതെ, അതുകൊണ്ട് അല്ല, അങ്ങനെ നിന്നിടത്ത് ചിലപ്പോൾ എല്ലായിടത്തും വിജയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു നേർവഴിക്കെന്ന് പറയുന്നത് ഓരോ കാലത്തിനും ഓരോ നേർവഴിക്കും വഴി വ്യത്യാസമില്ലേ? അതെ. അപ്പം അത് ഒരു കാര്യം എനിക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, അപ്പൻ പറയുന്നത് പോലെ എല്ലാം മകൻ ചെയ്യണം. വേണമെന്നില്ല. അത് ചെയ്യാൻ നമ്മളല്ലെങ്കിൽ അവൻ അനുസരണം കെട്ടണമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? മക്കൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതെ, നമ്മൾ മക്കളെ പ്രായത്തിലേക്ക് ഞാൻ ഇന്നാണ് അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മക്കളില്ലാത്തതുകൊണ്ട് പറയാം. അല്ല, മക്കളെ മനസ്സിലാക്കും. മക്കളെ നമ്മളെ മക്കളായിട്ട് കണക്കാക്കുന്നില്ല. മക്കളെ വേറെ ആൾക്കാർക്ക് വേണ്ടി വളർത്തുന്ന മക്കളായി പോലും വേണ്ടി വളരുന്ന മക്കളാണ്. നമ്മൾ പറഞ്ഞ രീതിയിലല്ല അവരുടെ വളരുന്നത്. നന്മ, നമ്മളുടെ ധാരണ ഓഫ് നന്മ, they should be able to change. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനെ മകനും മകനെ അപ്പനും ഇൻഫ്ലുവൻസ് ചെയ്യണം. നമ്മൾ അപ്പൻ പറയുന്നവർ മാത്രം മക്കൾ നിൽക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന കാലത്ത് ഞാൻ മുമ്പിൽ നടക്കും, അവരെൻ്റെ പുറകെ നടക്കുമായിരുന്നു. കാരണം അവരെക്കാൾ കൂടുതൽ കാര്യവിവരവും ലോകവിവരവും എനിക്ക് കൂടുതലായിരുന്നു. ഇപ്പോൾ ഞാൻ പുറകെയാണ് നടക്കുന്നത്, എൻ്റെ മക്കളാണ് മുമ്പിൽ നടക്കുന്നത്. കാരണം എന്നെക്കാൾ കൂടുതൽ കാര്യവിവരങ്ങളും എന്നെക്കാൾ കൂടുതൽ ലോകവിവരവും എൻ്റെ മക്കൾക്കാണ്. സത്യം പറയുകയാണ്. ഇപ്പോൾ വെളിയിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിയാത്തതുകൊണ്ട് അവർ എൻ്റെ പുറകെ വരും. ഇപ്പോൾ ഞാൻ അവരെ പുറകെ പോകും. അത് പല പിതാക്കന്മാരും സമ്മതിക്കുന്നില്ല. അത് തന്നെ. അതായത് ചെറുപ്പമായിരുന്നപ്പോൾ അവർ ലീഡ് ചെയ്യണം. അവരെ ലീഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അവരെ അവരുടെ ഐഡിയൽസ് പ്ലാൻ നടപ്പിലാക്കാൻ സഹായിക്കും. അതിൻ്റെ ഒരു പാർട്ടാണ് അതിൻ്റെ ദോഷം എന്താണെന്ന് ചെയ്യാൻ. അതിനെനിക്കൊരു ഇതുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിങ്ങനെ ചിലപ്പോഴും ഒരുമിച്ച് കൂടിയിരുന്ന എന്തായിട്ടൊക്കെ പറഞ്ഞു. ഞാനൊരു ദിവസം പറഞ്ഞു, ഞാനൊരു പുതിയ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്നാ? എല്ലാവരും അങ്ങ് സ്റ്റാമ്പിലായി. എൻ്റെ ചേട്ടൻ പറഞ്ഞു, എടാ അതൊന്നല്ല കാര്യം. അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചെങ്കിലേ ഈ ജാതി വ്യത്യാസമൊക്കെ മാറുകയുള്ളൂ. നല്ലതാണ്. എനിക്ക് അതിന് ധൈര്യമില്ല, അതുകൊണ്ടാണ്. ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട്, പക്ഷേ അതിന് ധൈര്യമില്ല. എനിക്ക് ധൈര്യമുണ്ട് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോഴത്തെ ഭവിഷ്യം ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം.
എന്നിട്ട് വേണം നീ തീരുമാനിക്കാൻ. നമ്മുടെ അപ്പച്ചന് 80 വയസ്സാകും. അപ്പം ഞങ്ങൾ രണ്ടും കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ എൽഡർ ബ്രദറും ഞാൻ. എൻ്റെ അമ്മായി അപ്പൻ വരുന്നു, കാറിലാണ് വരുന്നത്. കാറിൽ വന്ന് അവിടെ കാറിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലും. അപ്പോൾ കുഞ്ഞിൻ്റെ അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അവിടെ കൊണ്ടുവരുന്ന കസാരയിലോട്ടിരുത്തും. അവിടെ വരുന്നു വലിയ ഒരു കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിൻ്റെ അമ്മായി അപ്പം വരും, അഴകനെന്ന അവൻ്റെ പേര്. അവൻ എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടില്ല. അവൻ്റെ മകള് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചൻ 80 വയസ്സാകുമ്പോൾ അവന് രാവിലെ ഒരലിട്ട് അരി ഇടിച്ച് അവനാക്കി അതും കൊണ്ടുവരും. അപ്പോൾ ഒരിടത്തൊന്നും എഴുന്നേക്കില്ല. കയറി പോവാ കൊണ്ടുവന്ന അവളോട് പറയാൻ വാങ്ങിച്ചു വെച്ചേക്കാൻ. അവിടെ നിന്ന് ഞാൻ ഇയാളുടെ മകൾ അല്ല. അപ്പോഴത്തേക്ക് നിനക്ക് കണക്കാവും. ചേട്ടൻ്റെ അമ്മായിയപ്പൻ വന്നപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി ചെന്നു. കാറ് തുറന്നു കൊടുത്തു. ഇവിടെ ഒന്ന് കസാര. ഇയാളുടെ ഇരിക്കാൻ പറഞ്ഞു പോലും ഇല്ല. അത് കഴിഞ്ഞ് നീ ഞാനും കൂടെ വഴക്കിടും. അപ്പോൾ എൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയും കൂടെ വഴക്കിടും. തർക്കമൊന്നുമില്ല. വഴക്കിടുമ്പോൾ അവൾ പറയും, എൻ്റെ ഭാര്യ പറയും, നീ എൻ്റെ ഒരു വിലക്കല്ല അവള് കാര്യം നിൻ്റെ നീ പറയുന്നു നമ്മൾ തമ്മിലും വഴക്കായി. ഇതെല്ലാം നിനക്ക് ഫേസ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നീ കെട്ടണം. കെട്ടിയെങ്കിലേ ഈ ഉണ്ടാകുള്ളൂ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല ഞാനങ്ങനെ വിചാരിച്ചത്. ഞാൻ പറഞ്ഞത് ബന്ധം അങ്ങനെ മാറ്റാനുള്ള ഉദ്ദേശത്തോടെ കൂടെ ബന്ധം പാടില്ല. ഈ തിരുവല്ലയിലെ നമ്മുടെ മാരേജ് ജഡ്ജിൽ ഫാമിലി കോർട്ട്, കുടുംബ കോടതി, അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനായി കല്യാണം നടത്തുന്നത്? നിങ്ങൾ നടത്തുന്ന കല്യാണത്തിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നു, പിരിച്ചു വിടുന്നുണ്ട്. അതായത് കല്യാണത്തിൻ്റെ ഇഷ്ടമുള്ളപ്പോൾ ഇട്ടേച്ച് പോകാനുള്ളതല്ല. ഒരുത്തൻ എന്നോട് ചോദിച്ചു, അയാൾ ചോദിച്ചു, ഞാൻ 365 ദിവസം ഇവളോട് വഴക്കിട്ട് ജീവിക്കുന്നതാണോ, വേറെ ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ച് ഇവളും സമാധാനത്തിൽ ജീവിക്കാൻ ഞാനും സമാധാനിക്കുകയാണ് നല്ലത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിന് ഉത്തരം പറയാതെ നീ കല്യാണം കഴിച്ച വല്ലവരോടും നീ ചോദിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഞാൻ പറയുന്ന സംഗതി ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഉപേക്ഷിക്കരുത്. ഈ ആളെ ആരെയും സ്വീകരിക്കരുത്. ഒരു ആദ്യം ഒന്നിനോ ആരൊരാളെ സ്വീകരിക്കാൻ ജീവിക്കാനോ. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാമെങ്കിൽ നിനക്കെന്താ സ്വീകരിക്കാൻ വയ്യാതെ? അതായത് ഉപേക്ഷിക്കാൻ ഉള്ള ബന്ധം നമ്മൾ തമ്മിൽ വന്ന് കാണുന്നു. ഇദ്ദേഹത്തെ മോശമാക്കാനായിട്ട് എൻ്റെ കാര്യം കണ്ടുപിടിക്കുക, അതിനാണ് ഞാൻ മരുന്നെങ്കിൽ അത് നല്ലതല്ല.
മറ്റുള്ളവനെ ഉന്നതനാക്കാനായിട്ടാണ് സമൂഹം. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു ബന്ധം നിന്നാണ് ഈ സമൂഹം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമുദായം ഉണ്ടാകുന്നത്. അത് വളരെ നിസ്സാരമായി പോകുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നില്ലേ ഇപ്പോൾ ഈ ഭാര്യ എല്ലാത്തരം ബന്ധങ്ങളും എല്ലാ റിലേഷൻഷിപ്പും ഉണ്ടാകുന്ന അതിൽ നിന്നാണ്. എല്ലാ നമ്മളെ അച്ഛനമ്മ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ല എൻ്റെ സഹോദരൻ, എൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ വലിയ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിനൊരു പഴയതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു ശക്തി ഇല്ലായ്മ ഉണ്ടോ ഇപ്പം ഞാൻ ചോദിക്കും. ഉണ്ട്. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു ഈ സ്ത്രീകൾ ആലോചിച്ചു. ഞാനൊരു അച്ഛനായിരുന്നപ്പോൾ ഞാനൊരു കല്യാണം നടത്തി കഴിഞ്ഞ പ്രസംഗിച്ചു, നിങ്ങളെന്നും പ്രാർത്ഥിക്കണം, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ കഴിവതും ഒരുമിച്ചൊക്കെ പോകാനും ആലോചിച്ച് വേണം ചെയ്യാൻ. ഭർത്താവ് അറിയാതെ ഭാര്യ ഒന്നും ചെയ്ത്, ഭാര്യ അറിയാതെ ഭർത്താവ് ഒന്നും ചെയ്ത്. ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളി പൊളിച്ച് പണിയുക, പണപ്പിരിവ് വേണം. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ്, ഇങ്ങനെയാണ് നിനക്കാണ്, നീ പണമുള്ളവനാണ്. അപ്പം അവൻ പറഞ്ഞു, ശരി അച്ഛാ, ഞാൻ സഹായിക്കാം. ഇപ്പം എൻ്റെ ഭാര്യ ഏതാണ്ട് പോയിരിക്കുകയാണ്. അവിടെ വരുമ്പോൾ ചോദിച്ചിട്ട്, നാളെ രാവിലെ ഞാൻ ആ രൂപയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം, അച്ഛൻ്റെ അവിടെ. അച്ഛൻ ഇങ്ങോട്ട് വരും. ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ കാറിലിരുന്ന് ഞാൻ പറഞ്ഞു, അവനൊരു പെങ്കൗണ്ടനാണല്ലോ. അവിടെ ഇരുന്നതിലൊരുത്തൻ അത് എവനെ പറഞ്ഞ് മനസ്സിലാക്കി, എടാ തിരുമേനി അങ്ങനെ ഇന്നോട് ഇതെല്ലാം പറഞ്ഞയച്ചു കൊടുക്കുക, ഇങ്ങനെ ഞങ്ങളെ കാറിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം വന്ന് പണമൊക്കെ തന്നേച്ച് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ പറഞ്ഞു എന്ന് ഇയാൾ എന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ ഞങ്ങളുടെ കല്യാണം കഴിപ്പിച്ചപ്പോൾ പറഞ്ഞ്. അപ്പം ഇതിലേതാ ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുക? കല്യാണം കഴിച്ചപ്പോൾ എന്നതാ പറഞ്ഞേ? കല്യാണം കഴിച്ചപ്പോൾ എന്നതാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ യോജിച്ച് വേണം തീരുമാനങ്ങൾ ചെയ്യാൻ. ഒരാൾ ചെയ്തേച്ച് മറ്റേ ആളനുസരിക്കണം എന്ന് പറയല്ല വേണ്ടി. കഴിവതും എല്ലാവരും രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നു. ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മൾ ഈ നമ്മൾ അറിയാത്ത ഒരു കാലത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞാണ് അന്ന് പണ്ട് ഒരു അതിരുകളില്ലാന്നൊരു കാലം ഉണ്ടാകാം. ഭൂമി ഇങ്ങനെ വിസ്തൃതമായി കിടക്കുന്നു, ഒരുപാട് മനുഷ്യരുണ്ട്, അവർ നമ്മൾ ഒരു അതിരുകളും ഇല്ലാത്തൊരു ബന്ധമായിരുന്നു എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഓരോ കൃഷിസ്ഥലം, ഓരോ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, മൃഗങ്ങൾ, ഒരുപാട് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നൊരു കാലം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഇത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഒരു കൃഷി ഉണ്ടാകുന്നു, ഒരാൾ കൃഷി ചെയ്യുന്നു, വേറൊരാൾക്ക് അവിടെ ആ കൃഷിയുടെ ഫലം എടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോഴാണ് അതിരുകൾ ഉണ്ടായെന്ന് തോന്നുന്നു. ഇത് ഞാനിവിടെ കൃഷി ചെയ്യുന്നു, നീ അപ്പുറത്ത് കൃഷി ചെയ്ത് കൊടുക്കുക, അപ്പുറത്ത് വേറെ കൃഷി ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബന്ധങ്ങളിൽ, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഒരു സ്ത്രീ എനിക്കിഷ്ടമാണ്, അയാൾക്കും ഇഷ്ടമാണ്, അത് തമ്മിലുള്ളൊരു വഴക്ക്, ഭൂമിക്ക് വേണ്ടിയുള്ള വഴക്ക്. ഈ വഴക്കുകളെല്ലാം തീർക്കാൻ വേണ്ടിയായിരിക്കണം ഈ അതിരുകളുണ്ടായത്, ഒരുപക്ഷെ വിവാഹബന്ധം പോലും ഉണ്ടായത്. പക്ഷെ ഇന്ന് മതവും വിശ്വാസവും അല്ലെങ്കിൽ ആത്മീയതയൊക്കെ ഒരുപക്ഷെ കൊണ്ടുവന്നതായിരിക്കണം ഈ അതിരുകളും മതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ഞാനൊന്നും ഉറപ്പിച്ച് പറഞ്ഞതല്ല, എൻ്റെ ഒരു ചിന്തകളാണ് പറയുന്നത്. പക്ഷേ ഈ അതിരുകൾ ഉണ്ടായതിന് ശേഷം ഒരു കുറേ കാലം സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമാധാനം ഇല്ലാതാക്കുന്നത് മുഴുവൻ ഈ അതിരുകളല്ലേ. രാജ്യാതിർത്തികൾ, സംസ്ഥാന അതിർത്തികൾ, വീടിൻ്റെ അതിർത്തികൾ, ബന്ധങ്ങളിലെ അതിർത്തികൾ, ഈ അതിർത്തികൾ കൊണ്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്തില്ലേ. അപ്പോൾ മതം പറഞ്ഞുണ്ടാക്കിയ ഈ ബന്ധങ്ങൾ, അല്ലെങ്കിൽ മതത്തിന് ആത്മീയത കൊണ്ടുണ്ടായിട്ടുള്ള ഈ ശാന്തി നഷ്ടപ്പെടാൻ കാരണം മതത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ? ഒടുവിലത്തെ വാചകം ഞാൻ സ്വീകരിക്കും. മതം
മതത്തിൻ്റെ പ്രമാണങ്ങൾ പ്രായോഗികമാക്കാനായിട്ടുണ്ടാക്കിയ പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങൾ അർത്ഥശൂന്യമാക്കിയത്. ഒന്നുകൂടെ വിശദീകരിക്കാമോ? പ്രമാണങ്ങൾ ആരാ അർത്ഥശൂന്യമാക്കി? അതേ പ്രമാണങ്ങൾ തന്നെയാണ്. മതം ഉണ്ടാക്കിയ പ്രമാണങ്ങൾ അത് നടപ്പിലാക്കാനായിട്ട് മതം ഉപയോഗിച്ച മെത്തേഡ്സ്, മാർഗങ്ങൾ, അതാണ് തെറ്റിക്കുന്നത്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, നല്ല സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറയുന്നത് പല ലെവലിലുള്ള സ്നേഹമാണ്. ഒരമ്മ മകളെ സ്നേഹിക്കുന്നത് പോലെയല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സ്നേഹിക്കുക. സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, എൻ്റെ അമ്മയോട് എനിക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ല എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്നതിനോടില്ല. അപ്പം അതുകൊണ്ട് സ്നേഹം പിന്നെ വേരിയസ് ലെവൽസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരു കൊച്ചു കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം അവൻ വളർന്നു കഴിയുമ്പോഴും, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും, എല്ലാം ക്ഷമിക്കുകയും ചെയ്യും, എൻ്റെ എല്ലാ വേർതികളും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും. അതെ. പിന്നെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ വലിയ തെറ്റ് കള്ളം പറഞ്ഞത് കാര്യം ഒന്നാമത് ഒന്നും പറയാൻ വയ്യ. ഞാൻ വളർന്നു വരുന്നതോടും ആ കള്ളം പറഞ്ഞു പഠിച്ചു. അമ്മയുടെ കൂടെ താമസിച്ചായി കള്ളം പഠിച്ചത്. അതെ, കുട്ടികളോട് പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ കള്ളം പറയിപ്പിച്ച് ശീലിപ്പിച്ചിട്ടുണ്ട്. അതെ, കള്ളം പറയിപ്പിച്ചല്ല, അല്ല ഇന്ന് പനിയാണെന്ന് പറഞ്ഞാൽ നീ പോകണ്ട എന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കുന്ന അങ്ങനെ കള്ളം പറയിപ്പിച്ചിട്ടുണ്ടല്ലേ? അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. ഈ ഞാൻ ധരിച്ചിട്ടുള്ളത് ഈ പോളിഗമി വന്നത് ആളുകൾ ഡിപ്പെൻഡൻ്റ് ഓൺ ലാൻഡ്, വർക്കേഴ്സ് ഇല്ല. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാകും. പോളിഗമി ഇല്ലാത്ത രാജ്യമില്ല. ഉണ്ടോ? ലീഗലി അല്ല, ലീഗലി ഇല്ല. ലീഗലി പോളിഗമി എങ്ങും അങ്ങനെ അധികം ഒരുപാട് രാജ്യങ്ങൾ അലൗഡ് അല്ല. അല്ല, ലീഗലി ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ അതൊരു സെക്ടറിന് മാത്രമേ ഉള്ളൂ, അതൊരു മതത്തിനുള്ള. ഗൾഫിൽ സായിപ്പന്മാരുടെ ഒരു കൂട്ടർക്കുണ്ട് ഉണ്ടല്ലേ. അതുകൊണ്ട് ഒരു പോളിഗമി ഇല്ലെന്നാണ് ഞാൻ വല്ലവരും പഠിച്ചതല്ല. ഞാൻ പഠിച്ചതിനെ പറ്റിയല്ല, നമ്മളത് അങ്ങനെയാണ് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്. പക്ഷേ നാച്ചുറലായിട്ട് ഇപ്പോൾ പോളിഗമി ഉണ്ടായിരുന്നിടത്ത് അത് കുറഞ്ഞു വരിക ആയിരിക്കണം. അപ്പോൾ ആ പോളിഗമിയാണ് ബെസ്റ്റെങ്കിൽ അങ്ങനെ വരും. പോളിഗമി ബെസ്റ്റായിട്ടല്ല, ബെസ്റ്റ് എന്ന് പറയരുതല്ലോ. പക്ഷേ ഈ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ സ്വീകരിക്കും. അത് എനിക്ക് ഒരു ചോദ്യമുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ വിചാരിച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും ബേസിക് നീഡ്സ് ഉണ്ടാകും. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും ബേസിക് നീഡ്സ്. നമ്മളെല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും ആരാണെന്നുള്ളതാണ് പ്രശ്നം. നമ്മളെല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ 5-8 പേരല്ല, 10-100 പേരും അല്ല, 1000 പേരും അല്ല, എല്ലാവരും കൂടെ വിചാരിക്കണം. എന്നാലേ ബേസിക് നീഡ്സ് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി അപ്പം അദ്ദേഹവും പിണറായിയും രണ്ടുപേരും എന്നോട് ചോദിച്ചു, ഞങ്ങളോട് തിരുമേനിക്കുള്ള ഗുണദോഷങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ ഗുണം മാത്രമാണ് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ദോഷം പറഞ്ഞാൽ എനിക്കറിയാവുന്നില്ല.
എനിക്ക് ദോഷം ഉണ്ടെങ്കിലും അത് പറഞ്ഞാൽ അറിയാൻ തിരിച്ചുടനെ പറഞ്ഞ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത 5 വർഷത്തിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യനും അവരുടെ ബേസിക് നീഡ്സ് ഉണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണം അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് അതിനാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഒരു പഠിപ്പിക്കുന്ന സാറിനും ഒരു കളിക്കുന്ന എനിക്കും ഒരേ യോഗ്യത. സാറിന് പുസ്തകം വായിക്കണം, സാറ് മറ്റും പഠിച്ചിരിക്കണം. എനിക്ക് കളിക്കാൻ പുസ്തകം വായിച്ചില്ലേലും എഴുതാനറിയാമെങ്കിലും കളിക്കാം. അതുകൊണ്ട് ബേസിക് നീഡ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിന് എല്ലാവരും കൂടെ, അതായത് ഗവൺമെൻറ് മാത്രമല്ല, ഗവൺമെൻറ്റും ബാങ്കും കൂടെ അതായത് മരുന്ന് കിട്ടാതെ ഒരുത്തം മരിക്കരുത്. എൻ്റെ അയൽവാസി ഒരാളിന് അയാളുടെ മകന് കിഡ്നി മാറ്റി വെച്ചു, അയാൾ മരിച്ചു. വരുന്നില്ല. 2 വർഷം ഇത് മാറ്റി വെക്കാൻ വേണ്ടി അയാൾ ഇരുന്ന് ഒത്തിരി രൂപ ചിലവായി. ഒടുക്കം മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മാറ്റി. അതെ, അയാളുടെ അപ്പൻ ഇപ്പോൾ ക്യാൻസറായി. അന്നേരം ഞാൻ അമ്മയ്ക്ക് അമൃത ഒരെഴുത്ത് കൊടുത്തു. നിങ്ങൾക്കൊരു ആശുപത്രി ഉണ്ടല്ലോ, നല്ല ആശുപത്രിയാണ്. ഇയാൾക്ക് എൻ്റെ നിയമമൊന്നും എനിക്കറിഞ്ഞുകൂടാ, എന്തെങ്കിലും സഹായം ചെയ്യാമെങ്കിൽ ചെയ്യണം. അപ്പം ആശുപത്രി ഞാൻ അമ്മയ്ക്ക് എഴുതിയത്. അമ്മ അങ്ങനെ ആശുപത്രിയുമായിട്ടൊന്നും ബന്ധമില്ല, അവർ നടത്തുന്നു, അവർ കൊടുത്തില്ല. എന്നാൽ ഞാൻ ഇയാളെ അമ്മയെ കാണാൻ പോയി വേറൊരു രാജ്യത്തിന്. അവിടെ ചെന്നപ്പോൾ അമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് ഒരു എഴുത്ത് തന്നു, ഒരുത്തനോട് പറഞ്ഞു തരാമെന്ന്. അവൻ വേണ്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ അമ്മയോട് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ അമ്മ ഒരാളിനെ അയക്കും. കാറുണ്ടോ, സിമെൻറ്റുണ്ടോ, 2 നിലയുണ്ടോ എന്നൊക്കെ നോക്കും. അല്ലേ, അപ്പോൾ അവൻ ചോദിച്ചു തിരുമേനി അയച്ച എഴുത്തിന് പണം കിട്ടിയില്ല എന്ന് ചോദിച്ചു. ഞാൻ അയച്ച എഴുത്തിൻ്റെ കാര്യമല്ല, ഇതേ അമ്മയുടെ എനിക്ക് വരികയില്ല, അവന് തന്നെ അവിടെ എല്ലാം ചെയ്തൊക്കെ ചെയ്തോളും. എന്നാൽ അമ്മ ഞാൻ ചോദിച്ചപ്പോൾ ഏതോ ഒരു എഴുത്തയച്ചിട്ട് കിട്ടിയില്ലെന്നുള്ളൊരു ധാരണ അമ്മയോടുണ്ടാക്കി. അമ്മ അവരെ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നും കൊടുത്തില്ല, ഞങ്ങളൊന്നും കൊടുത്തില്ല, അവർ സൗകര്യമുള്ളവരാണ്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ 2 നില കെട്ടിടമാണ്, കാറുണ്ട്, അതെല്ലാം. ഈ മറ്റേ മകൻ മരിച്ച് അതിനൊത്തിരി ചിലവായി. ഇതിനും അതുകൊണ്ട് അത് സഹായം ചോദിച്ചു. ഉടനെ അമ്മ പറഞ്ഞു അവനൊരു സഹായം കൊടുക്കണം. അവൻ ബില്ലടിച്ച് പിന്നെ നന്ദി പറയാൻ ചെന്നപ്പോൾ അവരെ 50,000 രൂപ ഇവന് കൊടുത്തു. അമ്മ പറഞ്ഞു നിനക്കത് 2 രൂപ തരണം. അതായത് അങ്ങനെ വേണം കൊടുക്കാൻ. ബില്ല് കൊടുത്തൊക്കെ തീർന്നതാണ്. എന്നാൽ അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഈ കഷ്ടതയുടെ മധ്യത്തിൽ മാത്രമല്ല. എന്നാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയാതെ സഹായിക്കാൻ തുടങ്ങും, സഹായിക്കുമെന്നറിഞ്ഞാൽ
പിന്നെ മനുഷ്യനിട്ടേക്ക്. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അർഹത ഇല്ലാത്തവർക്ക് ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി. എനിക്ക് ഒരുത്തനെ അറിയാം, 7 വീട് വെക്കാനുള്ള പണം അവനൊരു അപേക്ഷ മൂലം സ്വീകരിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തായി ഇത്രയും രൂപ 2 വീട് വെക്കാൻ? ഉടനെ അവൻ പറഞ്ഞു, വീട് വെച്ചാൽ പിന്നെ പിരിക്കാൻ നോക്കും. ഈ മിസ്യൂസ് ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പം വീട്, എനിക്ക് വീടില്ല, ശരിയായിരിക്കും. അവൻ്റെ വീട് അവൻ്റെ അന്തരം എഴുതി കൊടുത്തിരിക്കുക, എന്നാ ബില്ല് അനുസരിച്ച് കൊടുത്തിരിക്കുക. എനിക്ക് ധാരാളം വിസിറ്റേഴ്സ് വരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ലോൺലിനെസ്സില്ല. എന്നാൽ മറ്റൊത്തിരി പേരുണ്ട്, അവർക്ക് ആരും അവരെ കാണാനില്ല. എൻ്റെ അനുജൻ്റെ ഭാര്യ, അവർക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് വിസിറ്റേഴ്സ് ഉള്ളു. അവിടെ ആദ്യം ഒരു ഹോമിൽ പോയി താമസിച്ചു. അവിടെയുള്ള ഒരുത്തരെയും അവളെ അറിയില്ല, അവളെ അറിയില്ല. അവൾക്ക് പണമുണ്ട്, അവിടെ ഒരു ഡോക്ടറാണ്, 2 മക്കളുണ്ട്, അവർ 2 ഇംഗ്ലണ്ടിലും അവർ വരുന്നില്ല. അവൾക്ക് ഈ നമ്മൾക്ക് സാധാരണ വേണമെന്ന് പറയുന്ന ഒന്നും അവൾക്ക് വേണ്ട. എന്നാൽ അവളെ വിസിറ്റ് ചെയ്യാൻ ആളില്ല. അപ്പം ഇപ്പം ഞാൻ ബേസിക് നീഡ് അതുകൂടെ ഉൾപ്പെടുന്നുണ്ട്. ബേസിക് നീഡ് എന്ന് പറയുന്നത് സൗകര്യങ്ങൾ മാത്രമല്ല, സുഖ സൗകര്യങ്ങൾ മാത്രമല്ല, നോക്കാനും പറയാനും ആളുകളും വേണം എന്നാണ്. അതായത് കമ്മ്യൂണിറ്റി നമ്മളുടെ ഒരു നീഡാണ്. കമ്മ്യൂണിറ്റി, ഓഫ് കോഴ്സ്. അതെ, ഒരു സമൂഹം ഉണ്ടാവുക, സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം, അതും ഒരു ബേസിക് നീഡാണ്, ഒരു അടിസ്ഥാന ആവശ്യമാണ്. കാരണം നമ്മുടെ ഒരു സമൂഹത്തിൽ ആരുമില്ലാതെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ പോയി ജീവിക്കുന്നതിനേക്കാൾ ജീവിക്കുന്നത് പോലെ ആയിട്ടും കാര്യമില്ല. ആളുകളുമായിട്ട് ഇടപഴകണം, ആളുകൾ നമ്മളെ കാണണം, നമ്മളെ സംസാരിക്കണം. അതൊക്കെ ഒരു മിണ്ടാനും പറയാനും ഒരാളെ എന്ന് കേട്ടിട്ടില്ലേ? അതായിരിക്കണം. അതെ, അതിനൊരു തെളിവ് നമ്മുടെ ഈ സിനിമാക്കാരെല്ലാം നിന്ന് ജയിക്കുന്നു. ശരി. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്, ലോയൽറ്റി. അതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ ചിലർക്കത് വേണ്ട. അല്ല, പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മുടെ ഈ അസോസിയേഷനൊക്കെ ആയിട്ട് അത് വലിയ നന്നായിട്ട് നടന്നു പോകുന്ന സംഘടനയാണ് ഞങ്ങളുടെ. ഒരുപാട് ആവശ്യക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമയൊക്കെ അകത്തുള്ളവർക്കല്ലാണ്ട് പുറത്തുള്ളവർക്ക് കൂടെ കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതെ, അതായത് ഞാൻ പറഞ്ഞ ഇപ്പം സാറിന് എത്ര, അത് വ്യക്തിപരമായിട്ട് അസോസിയേഷൻ ഒരുപാട് പണമുണ്ട് ഞങ്ങളുടെ സംഘടനയിൽ. അതും നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് സഹായങ്ങൾക്കായി തുടങ്ങിയിട്ടുണ്ട്. അംഗങ്ങൾക്ക് മാത്രമല്ല, അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷനും അങ്ങനത്തെ അത് ഞങ്ങളുടെ ട്രസ്റ്റിനനുസരിച്ച് ലാഭമായി പോകും. അത് പുറത്തുള്ള ആൾക്കാർ കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ, സിനിമയ്ക്ക് പുറത്തുള്ളവർക്ക്. അതെ, അങ്ങനെ നമുക്ക് ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യണം. The other man's need is my need. അല്ല, എനിക്കുള്ള എനിക്ക് 2 ഉണ്ടെങ്കിൽ അതായത് സാർ എത്ര നല്ല സിനിമ ആക്ട് ചെയ്താലും ഞാൻ കാണാൻ വന്നില്ല, പിന്നെ എന്തോളൂ. അതെ അതെ, ആളുകളുടെ ഈ അംഗീകാരവും ആളുകളുടെ ബഹുമാനവും മാത്രം ഒരു മനുഷ്യനെ തൃപ്തിയാക്കില്ല. സ്നേഹം തന്നെ വേണം. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അംഗീകാരവും സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ബഹുമാനമാണ് അതിന് മധുരം കൂടും. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാകുന്നത്. ആളുകൾ ഇപ്പോൾ പോലീസുകാരെ കാണുമ്പോൾ എണീക്കുക, അല്ലെങ്കിൽ ഒരു അധികാരം വെച്ചിട്ട് ഒരാളെ കാണുമ്പോൾ ബഹുമാനിക്കുക, അല്ല അധികാരമുള്ളവരോട് ബഹുമാനം കാണിക്കുക, അധികാരം അല്ലെങ്കിൽ ഭയങ്കരമായ കഴിവുള്ള ഒരാളുടെ ആരാധന തോന്നുന്നു, അതൊക്കെ തോന്നാം. പക്ഷെ ഒരാളോട് സ്നേഹം ഉണ്ടാകുക എന്ന് പറയുന്നത് അയാളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ്, അയാളെ വ്യക്തിപരമായ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ്. അതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. എനിക്കും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളത്, പക്ഷേ എപ്പോഴും സാധിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ.
അതെ, അതായത് എല്ലാവർക്കും സന്തോഷമായി ജീവിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാക്കണം. അത് സന്തോഷം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. എന്തിലാണ് സന്തോഷം ഉണ്ടാകും? ഇപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാൾക്കും സന്തോഷമുണ്ട്, പലിശ അയാൾ ആ പണം ഉപയോഗിക്കുന്നോ ഇല്ലെങ്കിൽ പോലും. സന്തോഷം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് സന്തോഷമല്ല, അത് നമുക്കൊരു ആവശ്യമാണ്. അത് നമ്മുടെ സന്തോഷമല്ല, നമ്മുടെ ഒരു ജീവിതം നിലനിർത്താൻ അടിസ്ഥാന ആവശ്യം മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യത്വത്തിൻ്റെ ഭാഗം. അടിസ്ഥാന ആവശ്യങ്ങൾ മനുഷ്യനെ നിഷേധിക്കപ്പെടാൻ പാടില്ല. മറ്റേത് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ മനുഷ്യനും അവകാശപ്പെട്ടതാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ പല ആൾക്കാരും അങ്ങനെ പെരുമാറാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും തിരുമേനി ചോദിച്ചല്ലോ, 5 വർഷം കൊണ്ട് ഈ കേരളത്തെ എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കാനുള്ള അവർ ശ്രമിക്കുന്നുണ്ടാകും. പിന്നെ ഒരു ചോദ്യം എന്നോടും ചോദിച്ചു, നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കൂലെന്ന്. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കും. നമ്മൾ രണ്ടുപേരും മാത്രമല്ല എല്ലാവരും എന്നുള്ളതാണ്. ഇത് കാണുന്ന ആൾക്കാരും തിരുമേനി അറിയാവുന്ന ആൾക്കാരും എന്നെ അറിയാവുന്ന ആൾക്കാരും നമ്മൾ പറയുന്നത് കേൾക്കുന്നവ എല്ലാവരും കൂടെ ചേർന്നാൽ തീർച്ചയായിട്ടും അത് നടക്കും. ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും എല്ലാവർക്കും അവകാശമുള്ളതാണ്. കുറേ ആൾക്കാർ, ഞാനും തിരുമേനി ഉൾപ്പെടെ ആൾക്കാർ അടക്കി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ആർക്കും നിഷേധിക്കപ്പെടരുത്. കാരണം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഒരു ജീവിതം, ഒരു സമൂഹവും, ഒരു ജനതയും മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അത് നിഷേധിക്കപ്പെടുന്നത് അവരോട് മൗലികാവകാശം മാത്രമല്ല, മനുഷ്യത്വപരമായ മനുഷ്യത്വത്തെ നിഷേധിക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാൻ എൻ്റെ എല്ലാ പരിശ്രമങ്ങളും അതിനുവേണ്ടി ചെയ്യാം. അങ്ങ് എൻ്റെ കൂടെ നിൽക്കും. അതെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ അതെ, എൻ്റെ അഭിപ്രായം ഇത് പണക്കാർ മാത്രമല്ല. ഞാൻ തിരുവല്ലയിൽ റെയിൽവേ ഡബ്ല്യൂ ചെയ്തപ്പോൾ അവിടെ റെയിൽവേയുടെ പഴയ സ്ഥലത്ത് താമസിച്ചവരെ ഇറക്കി വിട്ടു. ഞാനവിടെ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവർക്കെല്ലാം വീട് കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ ബാങ്കിൽ പോയി പണം വാങ്ങിച്ചു ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ മുമ്പേ പറഞ്ഞ ദേശാടി അവർ വന്നു, ഇതിനുമേനി എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് തമിഴ്നാട്ടിൽ വീടുണ്ട്, ഇവിടെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് പിരിക്കാൻ നടക്കുക, നീ അതായത് സ്വല്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അവളോടൻ തുറന്നു, തിരുമേനി ഇഷ്ടം പോലെ എടുത്താട്ട്. അത് ഇല്ലാത്തവർക്ക് കുറച്ചുകൂടി കൊടുക്കാൻ താല്പര്യം, കുറച്ചല്ലേ ഉള്ളൂ. ഒരുപാടുള്ളവർക്ക് കൊടുക്കാനാ മടി, ഒരുപാടുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്കത് വലിയ ഞാൻ അങ്ങനെ നമ്മളെല്ലാവരും കൂടണം. എൻ്റെ അടുത്ത് അതോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു കണ്ണുകുട്ടിയുണ്ട്, പ്രായമുണ്ട്, എന്നൊക്കെ പ്രായമുണ്ട്. ഞാൻ മെത്രാച്ചനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷം. അപ്പോൾ അവർക്ക് രൂപ കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായില്ല, അവർക്ക് പണം വേണ്ടിയാൽ. അപ്പം അവരെന്നോട് പറഞ്ഞു, തിരുമേനി എനിക്കൊരു സഹായം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എലിയാച്ചേട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അപ്പനില്ല, അമ്മയില്ല, ജ്യേഷ്ഠനില്ല, എനിക്കിപ്പം റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഞാൻ പുരകളെല്ലാം ഞങ്ങളിങ്ങനെ സഭയ്ക്കും മറ്റുമൊക്കെ എഴുതി കൊടുത്തു. എൻ്റെ പേരിൽ ഒരു സെൻറ്റ് സ്ഥലം ഇപ്പം ആർക്കും ഇല്ല, എനിക്ക്. അയ്യോ, തിരുമേ എനിക്ക് ഇത്രയും കഷ്ടമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആരും പറഞ്ഞ് കേട്ടില്ലല്ലോ. ഞങ്ങളുടെ അടുത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇതുപോലെ തുറന്നു. അന്ന് ഞാൻ അതിൻ്റെ അത് 100 രൂപ എടുത്തു. അപ്പോൾ ഞങ്ങൾ കവലയ്ക്കലാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ച് പോകാൻ നേരത്തെ ഒരു 10 രൂപ കൊടുക്കും. ഞാനൊന്നും കൊടുത്തില്ല, പോയി. എന്നെ വൈകിട്ട് ഒത്തിരി പേര് ഫോൺ ചെയ്ത് പിടിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ,
ഇങ്ങനത്തെ ക്രിറ്റിസിസം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഏലിയ ചേട്ടത്തി എന്നോട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. അതായത് എൻ്റെ തിരുമേനി നടന്നു പോകാതെ കാറിൽ പോകാൻ പെട്രോൾ ഒഴിക്കാൻ ഞാൻ നടന്ന് തെണ്ടി ഉണ്ടാക്കുന്ന പണം ഞാൻ കൊടുക്കും. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ദേശത്തുണ്ടോ? ഏലിയ ചേർത്തിയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രൂപ കൊടുക്കാൻ. ഏലിയ ചേർത്തി എന്നിൽ നിന്ന് രൂപ ആഗ്രഹിച്ചില്ല. പക്ഷെ അവർക്ക് ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുക്കും. അവർ മരിക്കാതായപ്പോൾ പറഞ്ഞു, ഈ രൂപയിൽ എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനൊരു അച്ഛനുണ്ട്. അപ്പം രണ്ടുപേരും അച്ഛന്മാർ. ആ അച്ഛനെ ഏൽപ്പിച്ചിരുന്നു. അപ്പം വല്യപ്പച്ചനതിൻ്റെ കൂടെ അദ്ദേഹം മാതാവിവാഹത്തിന് കുറച്ച് രൂപ എടുത്ത് അദ്ദേഹം ഏലിയ ചേർത്തയുടെ പേരിൽ ആർക്കണ്ട് സംഭാവനയായിട്ട്. അതെ, കൊടുക്കുന്ന സുഖമില്ല. ഈ കൊടുക്കുന്നതിൻ്റെ പുറത്തൊരു സ്നേഹം കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലത് പണത്തിനേക്കാളും സ്നേഹമാണോ? വലിയ ക്ഷാമമുള്ളൊരു കാര്യമാണ്. പണത്തിനൊക്കെ പിന്നെയും ക്ഷാമക്കുറവുണ്ട്. അവിടെ എവിടെ നിന്ന് വേണേലും കിട്ടും. സ്നേഹം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ കൊണ്ട് പക്ഷേ കുറേ അത് കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരുപാട് കിട്ടുന്നതുകൊണ്ടാണോ? അല്ല, അത് മതി. അത് മതി. ആ സ്നേഹം നമ്മിലുണ്ടായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പരസ്പര സ്നേഹമാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. അവരൻ ശത്രുവല്ല, അവരൻ നമ്മുടെ മിത്രമാണ് എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യവും മനുഷ്യത്വവും. വളരെ പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യനൊരു രൂപാന്തരം ഉണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഈ സത്യത്തിൻ്റെ പലവിധ വശങ്ങൾ അത് നമ്മൾ കണ്ടല്ലാതെ ആദ്യം കണ്ട ഒരു സത്യത്തെ മാത്രം അതാണ് പൂർണ്ണ സത്യം എന്ന് പറയാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് പല കാര്യങ്ങൾ പറഞ്ഞേച്ച് മറുപടി കേൾക്കാതെ എഴുന്നേറ്റ് പോരുക. മറുപടി കേൾക്കാനായിട്ടുള്ളൊരു സാവകാശം കൂടെ നമുക്കില്ല എങ്കിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകുകയില്ല.